ചങ്കുചേട്ടാ, ഈ സ്ഥാനാർത്ഥി ഇത് വിട്ടില്ലേ? വണക്കം. നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും എനിക്ക്. ഷാനിക്ക, അതെന്തായിരുന്നു? എന്നോടുള്ള ആ ഒരു സ്നേഹമായിരുന്നു അത്. നീ അത് കാണിക്കുന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ തവണ. ഓ അങ്ങനെ. അതുകൊണ്ട് കാണിച്ചോടെങ്കോ. ഓക്കെ. ഹരിച്ചേട്ടാ, ഇതില്ലേ? അയ്യോ അതായിരുന്നു. ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് മാറ്റിയത്. ചെന്നാലും അതെ, ഞാൻ ഫസ്റ്റ് ഇത് കണ്ടു ഞാൻ നിസ്കരിക്കാന്ന്. നിസ്കരിക്കല്ല, ഇത് വാനിദു ഹസരംഗ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലെയർ ഉണ്ട് ശ്രീലങ്കയുടെ. അയാൾ വിക്കറ്റ് കിട്ടിയാൽ കാണിക്കുന്ന ഒരു പരിപാടിയാണിത്. ഇങ്ങനെ വെക്കും. അയാൾ കൈ ഇങ്ങനെയാണ് വെക്കുന്നത്. അതിന് പകരം ഞാനിങ്ങനെ വെച്ചു. അയാൾക്ക് ഒരിക്കലും വിക്കറ്റ് കിട്ടില്ല. അപ്പൊ ഞാൻ ഗന്ധർവൻ സിനിമയിലെ പാടാനാണ് അവൻ വരുന്നത്. അദൃശ്യനായിട്ടാണല്ലോ നമ്മുടെ ഗന്ധർവൻ വരുന്നത്. ഷാനിക്ക, ഇൻവിസിബിൾ ആവാൻ ഒരു ചാൻസ് കിട്ടിയ ഷാനിക്ക എന്തായിരിക്കും ചെയ്യാ? എന്നോട് ഇവിടെ നേരത്തെ ചോദിച്ചൊരു ചോദ്യം, അപ്പൊ ഞാൻ വിചാരിച്ചത് നിങ്ങളോട് കൂടെ ചോദിക്കാന്ന്. ഒരു ബാങ്ക് കൊള്ളയടിച്ചാലോ? ചങ്കുചേട്ടൻ എന്തുവാ, എന്ത് രസല്ലേ? ഞാനിപ്പോ എന്താ ചെയ്യാൻ ചെയ്യാൻ പറ്റാത്തത് കഴിഞ്ഞാല്? എന്നാലും ഒരെണ്ണം പറ. നമുക്ക് ഒന്നിച്ച് ബാങ്ക് കൊള്ളയടിക്കാം. ഇതേതാ വേറൊരു കള്ളൻ? പ്ലീസ്. മീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര പേടിയുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പെട്ട് അവരൊക്കെ ആദ്യം പോയി ഇങ്ങനെ വെറുതെ ഇരുന്ന് കാണും. എന്നിട്ട് അവരൊക്കെ ചവിട്ടിച്ചെന്നുണ്ടല്ലോ. ഓക്കെ, ഹരിച്ചേട്ടാ, ഹരിജണ ആലോചിക്ക, ഞാൻ എന്താ ചെയ്യണ്ടത്? എന്തും ചെയ്യാലോ. എന്തും ചെയ്യാലോ. തുടങ്ങണം. അതെ, അതാണ് എനിക്കിപ്പോ പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ആരെങ്കിലും കാണുക എന്ന് പറഞ്ഞല്ലോ, വലിയൊരു ആഗ്രഹമാണ്. എന്നെ ഇൻസ്പയർ ചെയ്തൊരു മനുഷ്യനാണ് MS ധോണി. ഞാൻ അങ്ങനെയാണെങ്കിൽ അങ്ങേരുടെ മുമ്പിൽ പോയിരിക്കും ഏറ്റവും ആദ്യം. നാരായണേട്ടൻ ധോണി ഇരിക്കുക, ധോണിയുടെ സൈഡിലൊക്കെ പോയിട്ട്. അടിപൊളി. ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ? ഹരിച്ചേട്ടാ. ഓ, ഹരിച്ചേട്ടനുള്ള പണിയാ. ഞാൻ പേടിച്ചു പോയി ചേച്ചിന്ന് വിളിച്ചപ്പോ. ഹരിച്ചേട്ടൻ എന്ന് പറയുമ്പോ ശങ്കുചേട്ടൻ. ചേട്ടന്റെ ഞാൻ മൈക്കൊക്കെ ഓഫ് ചെയ്യട്ടെ. നമ്മളെ ARM മൂവി ഇപ്പൊ പറഞ്ഞല്ലോ, കിളിയെ എന്നുള്ള പാട്ട് നമ്മളെ എല്ലാവരുടെയും പ്ലേലിസ്റ്റിലെ ഇപ്പോഴത്തെ നമ്പർ 1 സോങ് ആണ്. അപ്പൊ എന്താ ചേട്ടൻ, ഞങ്ങൾ ഇന്ന് രാവിലെ കണ്ടപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞായിരുന്നു അതൊന്ന് പാടി തരാമെന്ന്. ഒരു 4 ലൈൻസ് പ്ലീസ്. വാക്ക് അത് പാലിക്കണം. പണ്ട് ജാഗ്രതത്തിന് ഇതുപോലെ ഞാൻ ഭയങ്കര ടെൻഷൻ്റെ ആളായിരുന്നു. എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വന്ന് ശീലമില്ല, അന്നത്തെ നിങ്ങളുടെയൊക്കെ പ്രായം തന്നെ. ടെൻഷൻ അടിച്ചിങ്ങനെ ഇതുപോലെ എന്തോ വന്ന്, അന്ന് സ്വാമിയാണ് നമ്മുടെ ചീഫ് ജഡ്ജ്, ദക്ഷിണാമൂർത്തി സ്വാമി. അപ്പോൾ സ്വാമി ഇങ്ങനെ ഇരിക്കുക. അന്ന് സ്വാമി എന്നിട്ട് ലാസ്റ്റ് ചോദിച്ചു, എന്താ പേടിയാണോ എന്ന് ചോദിച്ചു, ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ടെൻഷനുണ്ട്, അത് പാടി തുടങ്ങുമ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ മുമ്പിലുള്ള എല്ലാം പൊട്ടന്മാരാണെന്ന് വിചാരിച്ചു മതി. സ്വാമി പറഞ്ഞു. അപ്പൊ പിന്നെ ടെൻഷൻ ഒന്നും കാണില്ല, എന്റെ മുമ്പിൽ ഇരിക്കുന്നതൊക്കെ പൊട്ടന്മാരാ എന്ന് വിചാരിച്ചാൽ മതി. അതെ, ഒരുവിധം ടെൻഷനൊക്കെ മാറ്റാൻ. അതെ, നമുക്ക് പാട്ട് നന്നായാൽ മതി. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. പക്ഷേ അത്ര സന്തോഷിക്കണ്ട, നമുക്ക് എല്ലാവർക്കും ഒരു വിരഹമുണ്ട്. നമ്മുടെ ഹരിച്ചേട്ടൻ പോവാണ്. മുഖത്തേക്ക് നോക്കിയ വല്ല വിരഹം. ഇങ്ങോട്ട് വരും. ഹരിച്ചേട്ടൻ വന്ന്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അവിടെ ആങ്കർ റൂമിൽ റെഡി ആയിരിക്കുമ്പോ ഹരിച്ചേട്ടൻ ഇങ്ങനെ നടന്നു പോവാ. അപ്പൊ ഞാനിങ്ങനെ ഹായ് എന്ന് കാണിച്ചപ്പോ ഹരിച്ചേട്ടൻ, അപ്പൊ ഞാൻ അയ്യോ അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ കേറിയാ വേണ്ടല്ലോ, അതങ്ങോട്ട് മാറി. ഭയങ്കര ഓണായിട്ട് ഹരിച്ചേട്ടൻ. അതെ, കുമാർ. അതെ, അവരുടെ കൂടെ ഇരുന്ന് എനിക്കിട്ട് നല്ല പണിയും തോന്നും. അതാണ് വൈബ്. എന്നാൽ ഇവിടെ വരുമ്പോ ഒരു ചടങ്ങുണ്ട്. എന്താണോ? അതൊരു വലിയ നല്ലൊരു ചടങ്ങാണ്. അവിടെ ഇരിക്കുന്ന ഒരു സാധനം കണ്ടു, അതൊരു ഉക്കുലേലയാണ്. അപ്പോ അതിനകത്ത് ഇവിടെ വന്ന എല്ലാ ഗസ്റ്റുകളും സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹരിച്ചേട്ടന്റെ ഒരു സിഗ്നേച്ചറും കൂടെ അതിനകത്ത് വേണം. തീർച്ചയായിട്ടും നമ്മളിത് നമ്മളുടെ ഒരു കുട്ടിക്കായിരിക്കും ഇത് കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ ഒന്ന് ആലോചിച്ച്, ഒരു ഉക്ലേലയിൽ കുറെ ആളുകളുടെ സൈൻ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സാധനമായിരിക്കും നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ചെയ്യാം. പിന്നെ അപ്പൊ നമ്മുടെ ഹരിച്ചേട്ടൻ സൈൻ ചെയ്യാൻ പോവാണ് ഗൈസ്.
കുറെ റിയാലിറ്റി ഷോസിലൊക്കെ പോകുന്ന ആളല്ലേ, എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ വൈബും നമ്മളും പിള്ളേരും? ഭയങ്കര വൈബായിരുന്നു. നിങ്ങൾ ഇവിടെയുള്ള എല്ലാവരും വൈബേഷ് കുമാരന്മാരും കുമാരിമാരും ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ 2 ദിവസം അല്ലെങ്കിൽ ഇത്ര എപ്പിസോഡ് ഒരു മടുപ്പില്ലാതെ ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത്, അതല്ല ഞാൻ പല തുടക്കം തൊട്ട് പറയുന്നത് ഇവരൊക്കെ ആസ് എ ലിറിസിസ്റ്റ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്ത് രസമായിട്ടാണ് ഓരോ വരികളും, എത്ര രസമായിട്ടാണ് പാടുന്നത്, എത്ര ഭാവത്തോടു കൂടിയിട്ടാണ് പാടുന്നത്. അത് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഏറ്റവും വലിയ എനർജി എന്ന് പറയുന്നത് ഇവിടെ എല്ലാ വൈബ്, എല്ലാവരും ഒരു ഫ്രണ്ട്ഷിപ്പ് മോഡിലാണ് എല്ലാവരും. നമ്മൾ ഇത്ര എൻജോയ് ചെയ്യായിരുന്നു. അതിലൊക്കെ എനിക്ക് എനർജി തന്നത് ഇവരുടെ പാട്ടാണ്. ഈ പാട്ടിൽ അവര് ആ ലിറിക്സിന് കൊടുക്കുന്ന കൺസേൺ ആണ്. അത് ആസ് എ ലിറിസിസ്റ്റ് എൻ്റെ നെഞ്ചിലെടുത്തിട്ടാണ് പോകുന്നത്. അവരുടെ കൂടെ ഇരുന്നിട്ടോ അടിപൊളിയല്ലേ ഇവർ രണ്ടാൾക്കും. മതിയോ? ഓക്കെ. ഇവരുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഇപ്പൊ ഇവിടെ നിന്നല്ലല്ലോ, ഹരിയുടെ കൂടെ ഒരുപാട്, ഹരി എൻ്റെ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. ഷാൻഭായിയുടെ കൂടെ കുറെ പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു തവണയാണ് നമ്മൾ ഒരു പടത്തിലൊക്കെ നേരിട്ട് ഇരുന്നിട്ട് അങ്ങനെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഫോണിന്റെ തലക്കിൽ ഇരുന്നിട്ട് ഒരുപാട് പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട്. അതെ, ഒരു ഫോണിന്റെ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട്.